അപ്പോൾ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് ലീഡ് ജനറേഷൻ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഫോംസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ലൈവ് ഇന്ററാക്ഷൻ ഉള്ള സാധ്യത തെളിയുന്നില്ല. എന്നാൽ വാട്സപ്പിലേക്ക് ലീഡ് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുവഴി നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് അവരെ അറിയിക്കാനും അതുവഴി ഒരു കൺവേർഷനിലേക്ക് നയിക്കാനും സാധിക്കും. വാട്സപ്പിലേക്ക് മെസ്സേജ് വന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് വിശദമായിട്ട് വിവരിക്കാനും സാധിക്കും. അതാണ് വാട്സപ്പ് ക്യാമ്പയിന്റെ ഏറ്റവും വലിയ എഫക്റ്റീവ്നെസ്. ഒരു ആഡ് ക്യാമ്പയിന്റെ സക്സസ് നിശ്ചയിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന ഓഫറുകളുടെയും ആഡ് ക്രിയേറ്റീവ്സിനെയും അനുസരിച്ചാണ്. ഇവിടെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ല. മാറ്റി മാറ്റി നമ്മുടെ ഓഫറുകളും ആഡ് ക്രിയേറ്റീവ്സും മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എല്ലാ ഓഫറും ഒരു സമയത്ത് വർക്കൗട്ട് ആവണമെന്നില്ല. ഇന്ന് വർക്കൗട്ട് ആയത് നാളെ വർക്കൗട്ട് ആവണമെന്നില്ല. ഇതെല്ലാം മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് നമ്മുടെ വാട്സപ്പ് ക്യാമ്പയിൻ റൺ ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വാട്സപ്പ് ആഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. എൻഗേജ്മെന്റ് ആണ് ഒബ്ജക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്: ടൈലേർഡ് മെസ്സേജ് ക്യാമ്പയിനും മാനുവൽ എൻഗേജ്മെന്റ് ക്യാമ്പയിനും. തുടക്ക സമയത്ത് ഫേസ്ബുക്കിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എക്സ്പെർട്ട് ആയതിനു ശേഷം മാനുവൽ ആയിട്ടുള്ള സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്താം. മാത്രമല്ല, ഫേസ്ബുക്കിന് ആഡ് റൺ ചെയ്യുന്നതിന് ചില സ്റ്റാൻഡേർഡ് പോളിസീസ് ഉണ്ട്. എപ്പോഴും അവരുടെ ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കുക, അത് ഫോളോ ചെയ്യുക. എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആഡ്, ക്രെഡിറ്റ് കാർഡ്, ഹൗസിംഗ് പോലുള്ളത് സ്പെഷ്യൽ ആഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അത്തരം ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്യണം. അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം നമ്മൾ അത്തരത്തിലുള്ള ആഡുകൾ റൺ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മുടെ ആഡ് അക്കൗണ്ട് ഡിസേബിൾ ആകും. അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ബിസിനസ് പ്രൊഫൈലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ വരാൻ ഇത് നമ്മളെ സഹായിക്കും. ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് മേലുള്ള നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ഭാവിയിൽ സംഭവിക്കാം. ഇന്ത്യയിൽ ഓൾറെഡി തന്നെ ഒരു നിയമം വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം എന്നുള്ളത്. അത് കൂടുതൽ പ്രായോഗികമായി നടപ്പിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കും. ഇവിടെ ഞാൻ ടൈലേർഡ് മെസ്സേജ് ക്യാമ്പയിനാണ് ചൂസ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഇത്തരത്തിൽ റെക്കമെൻഡേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ആഡ് ക്യാമ്പയിന് ഒരു പേര് നൽകുക. ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം നമ്മുടെ ബിസിനസ് പേജ് സെലക്ട് ചെയ്യുക. നമുക്ക് വാട്സപ്പിലേക്കാണ് ക്യാമ്പയിൻ എടുക്കേണ്ടത്. അതുകൊണ്ട് വാട്സപ്പിന്റെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക, മറ്റതെല്ലാം ഡിസേബിൾ ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇവിടെ കണക്ട് എന്ന് കൊടുത്തിട്ട് കണക്ട് അനദർ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ആഡ് ബജറ്റ്, ഡെയിലി ബജറ്റ് കൊടുക്കാം. 100 രൂപ മുതൽ മുകളിലോട്ട് കൊടുക്കാം. നമ്മുടെ ബജറ്റ് അനുസരിച്ച്, നമ്മുടെ ബിസിനസ് ബജറ്റ് അനുസരിച്ച് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഡെയിലി ബജറ്റാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത്. സാധാരണഗതിയിൽ ഞാൻ എൻഡ് ഡേറ്റ് കൊടുക്കാറില്ല. എൻഡ് ഡേറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് കൊടുക്കാം. അടുത്ത നമ്മുടെ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യേണ്ട ലൊക്കേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ബൈ ഡിഫാൾട്ട് ഇന്ത്യ ആയിരിക്കും കിടക്കുന്നത്. ഏത് രാജ്യത്താണോ ആ രാജ്യത്തിന്റെ പേരായിരിക്കും കിടക്കുന്നത്. ഞാനിവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. തിരുവനന്തപുരം സെലക്ട് ചെയ്താൽ തന്നെ അതിന്റെ സറൗണ്ടിങ്സ് എത്ര വേണമെന്ന് തീരുമാനിക്കാം. വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. മിനിമം 17 കിലോമീറ്ററാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എത്ര ഏജ് ഉള്ളവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എംപ്ലോയ്മെന്റ് ആഡ് റൺ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും റെസ്ട്രിക്ഷൻസ് പാടില്ല. മെയിൽ ഫീമെയിൽ എന്ന് വേർതിരിച്ച് കാണിക്കാൻ പാടില്ല. നമ്മുടെ ആഡ് ക്രിയേറ്റീവ്സിൽ പോലും മെയിൽ ഉള്ളി ഫീമെയിൽ ഉള്ളി കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഏജ് വൈസും റെസ്ട്രിക്ഷൻസ് പാടില്ല. ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളൊരു പോളിസി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആഡുകൾ റിജക്റ്റ് ആവും. തുടർച്ചയായി റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഡ് അക്കൗണ്ട് ഡിസേബിൾ ആയി പോകും. അടുത്ത പേജിലേക്ക് വരിക. ഇവിടെ നമ്മളൊരു ക്രിയേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇമേജ് വേണമെങ്കിൽ ഇമേജ്. ഞാനിവിടെ ഒരു ക്രിയേറ്റീവ് ആഡ് ചെയ്യുകയാണ്. അതിന്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ഒരു അഡ്വാൻസ്ഡ് പ്രിവ്യൂ എടുക്കാം. ഇതാണ് അഡ്വാൻസ്ഡ് പ്രിവ്യൂ. കസ്റ്റമറിനെ ആകർഷിക്കാൻ കഴിയുന്ന ഡിസ്ക്രിപ്ഷൻ വേണം ഇവിടെ നൽകേണ്ടത്. സ്വന്തമായ ഡിസ്ക്രിപ്ഷൻ നൽകാൻ അറിയാത്തവർക്ക് ChatGPTയുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോംപ്റ്റിനുള്ള റിസൾട്ടാണ് ഇവിടെ ലഭിച്ചത്. എനിക്കിത് വേണം. ഞാനിവിടെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല. എപ്പോഴും AI നമ്മുടെ ജോലി എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പകരം AI ആകില്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോംപ്റ്റിന് ലഭിക്കുന്ന റിസൾട്ട് നമ്മുടേതായ രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇതേ റിസൾട്ട് തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്. മികച്ചത് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഉപയോഗിക്കണം.
ശേഷം പബ്ലിഷ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആഡ് ക്യാമ്പയിന്റെ വിജയം നിർണ്ണയിക്കുന്നത് നമ്മുടെ ഓഫറിനെയും ആഡ് ക്രിയേറ്റീവ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇമേജ് ക്രിയേറ്റീവ്സിനെ കഴിയും ഏറ്റവും എഫക്റ്റീവ് വീഡിയോ ക്രിയേറ്റീവ്സ് ആണ്. ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് 30 സെക്കൻഡ് വീഡിയോസ് ആണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് 1 മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ബ്രാൻഡിങ്ങിന് ഏറ്റവും നല്ലത് വീഡിയോസ് ആണ്. അവിടെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഒരു ട്രസ്റ്റ് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വീഡിയോ ആഡ് ആയിരിക്കും ഏറ്റവും മികച്ചത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വാട്സപ്പ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഭാവിയിൽ ഇതിലും എളുപ്പമായിരിക്കും. അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ബേസിക് ആയിട്ട് മാർക്കറ്റിംഗ് പഠിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിംഗ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.